റിലേറ്റീവ്സ് ആണ്. എൻ്റെ പേര് ജിതിൻ, സെക്രട്ടറി ടു ചെയർമാൻ, പ്രിൻസിപ്പൽ KMCT കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് കാസർഗോഡ്, സാലിം അസിസ്റ്റന്റ് മാനേജർ പബ്ലിക് റിലേഷൻസ്. ഇന്ന് ഈ പ്രസ് മീറ്റ് വിളിച്ച് കൂട്ടിയതിന്റെ കാര്യം നമ്മൾ KMCT ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റി ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ 26ഓളം ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്ന ഒരു ഗ്രൂപ്പാണ്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായിട്ട് ഇതുവരെ നമുക്ക് 23ഓളം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരുന്നു. മെഡിക്കൽ കോളേജ്, ഡെന്റൽ കോളേജ്, നഴ്സിംഗ് കോളേജ്, ഫാർമസി, ആയുർവേദ, പാരാമെഡിക്കൽ, എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, അതുപോലെ നിരവധി ലോ കോളേജ്, പോളിടെക്നിക്, ഹോട്ടൽ മാനേജ്മെന്റ്, ഇത്രയും കോളേജുകൾ ഉണ്ടായിരുന്നു. ഈ വർഷം നമ്മൾ കാസർഗോഡ് ജില്ലയിലും പുതിയൊരു ക്യാമ്പസ് സ്ഥാപിക്കുകയാണ്. അതിൽ എഞ്ചിനീയറിംഗ് കോളേജ് ആദ്യഘട്ടത്തിൽ തന്നെ പ്രവർത്തനം ആരംഭിച്ചു. അതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഈ വരുന്ന 3-ാം തീയതി മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. മറ്റ് കാസർഗോഡ് ജില്ലയിലെ MLA-മാരും MP-മാരും MP-യും എല്ലാം പങ്കെടുക്കുന്നുണ്ട്. അപ്പം അതിന്റെ കാര്യം പറയാനും പിന്നെ നിങ്ങളെല്ലാം അതിനകത്തോട്ട് ഇൻവൈറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നിങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കാനും വേണ്ടിയിട്ടാണ് ഈ പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. നിലവിൽ ഈ കാസർഗോഡ് ക്യാമ്പസിൽ പുതിയൊരു എഞ്ചിനീയറിംഗ് കോളേജ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. എമർജിംഗ് ടെക്നോളജി, ന്യൂ ജനറേഷൻ കോഴ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് ആരംഭിച്ചിട്ടുള്ളത്. മാനേജ്മെന്റ് കോഴ്സുകളുമുണ്ട്. അതിന് ആ കോളേജിനെ പറ്റി ബാക്കിയുള്ള ഡീറ്റെയിൽസ് പ്രിൻസിപ്പൽ സംസാരിക്കുന്നു. ഗുഡ് മോർണിംഗ്. നമ്മുടെ KMCT-യുടെ കാസർഗോഡുള്ള ആദ്യത്തെ കോളേജാണ്. KMCT ഓൾറെഡി കേട്ടിട്ടുണ്ടാവും പലരും. നമുക്ക് ഇവിടെ ബിടെക് PG അടക്കം വരുന്നുണ്ട്. ബിടെക്കും പിന്നെ PG കോഴ്സസും. ബിടെക്കില് നമുക്ക് CSE 2 ബാച്ച് 120 സ്റ്റുഡൻസിന്റെയാണ് ഇൻടേക്ക് വരുന്നത് പെർ ഇയർ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്ക് ഒരു ബാച്ചാണുള്ളത്, 60 സ്റ്റുഡൻസ്. ദെൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റംസ് എന്ന് പറയുന്നത് ബിസിനസ്സിൽ ഫോക്കസ് ചെയ്ത്, കമ്പ്യൂട്ടർ സയൻസ് ബേസ്ഡ് ബിസിനസ് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് കോഴ്സ് ഉണ്ട്. അത് 60 സ്റ്റുഡൻസ് ആണ്. പിന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് 4 UG കോഴ്സുകളാണ് അതിൽ വരുന്നത്. അതുകൂടാതെ നമുക്ക് ഡിഗ്രി കോഴ്സസ് ആയിട്ട് വരുന്നത് BBA-യും BBA-യുടെ 2 ബാച്ചസും പിന്നെ BCA-യുടെ 2 ബാച്ചസുമാണ്. പിന്നെ PG കോഴ്സസ് ആയിട്ട് വരുന്നത് MBA ആണ്. അപ്പൊ നിലവിൽ നമുക്ക് ബിടെക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ഈ വർഷം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതിൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റി, നല്ല ഫെസിലിറ്റി, അതായത് നമുക്ക് ഫെസിലിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ ഒരു കുറവ് വരുത്തിയിട്ടില്ല. നമുക്ക് വരുന്ന 4 വർഷത്തേക്ക് റൺ ചെയ്യാവുന്ന ഫെസിലിറ്റീസ് എല്ലാം തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ പ്രൊഫഷണൽ ഇനാഗ്രേഷൻ 3-ാം തീയതിയാണ്. എല്ലാവരെയും നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യും.